ലെബനോൻ ഏവർക്കും ഒരു പാഠമാണ്, മനസ്സിൽ കുറിച്ചിടേണ്ട പാഠം. മരോനൈറ്റ് ക്രൈസ്തവരും സുന്നികളും ഷിയാകളും ദ്രൂസും ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിരുന്ന ഒരു രാജ്യം. മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് അറിയപ്പെട്ടിരുന്ന ലെബനോൻ എങ്ങനെ ഇസ്ലാമിസ്റ്റുകളുടെ സ്വന്തമായി? 1970-കൾ വരെ ലെബനോനിൽ ഭൂരിപക്ഷമായിരുന്ന ക്രൈസ്തവർക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ബ്രിജിത്ത് ഗബ്രിയൽ എന്ന ലെബനീസ് യുവതി. ലെബനൻ എന്ന രാജ്യം മുൻപ് എങ്ങനെ ആയിരുന്നുവെന്നും ഇന്ന് എങ്ങനെ ഈ അവസ്ഥയിൽ ആയി എന്നതിന്റെയും കഥ അവൾ പറഞ്ഞു തുടങ്ങുന്നു. I come from a country, Lebanon used to be the only majority Christian country in the Middle East. Most people don't know that. When they think of the Middle East, they think it's all Islamic countries. ഞാൻ വരുന്നത് ലെബനോനിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലെബനോൻ. പല ആളുകൾക്കും അത് അറിയില്ല. മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ലെബനോൻ. ഞങ്ങൾ വിശാല മനസ്കർ ആയിരുന്നു, ഞങ്ങൾ നല്ലവരായിരുന്നു, ഞങ്ങൾ ബഹുസ്വരതയെ പ്രോത്സാഹിപ്പിച്ചു, ഞങ്ങൾ മറ്റുള്ളവരെ എല്ലാം ഞങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിച്ചിരുന്നു. പ്രധാനമായും ഞങ്ങൾ ചുറ്റുമുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരെ. കാരണം മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത പാശ്ചാത്യ സംസ്കാരം ഞങ്ങൾക്ക് അവരുമായി പങ്കുവെക്കുന്നതിനായി ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ ഉള്ളവർ അവരുടെ മക്കളെ പഠിപ്പിക്കാനായി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിലേക്ക് അയച്ചിരുന്നു. അവർ ഇവിടുന്ന് ബിരുദങ്ങൾ എടുക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. എണ്ണയില്ലെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമ്പന്നമായ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. ലെബനോൻ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മിഡിൽ ഈസ്റ്റിലെ ബാങ്കിംഗ് ക്യാപിറ്റൽ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരു ക്രിസ്ത്യൻ രാജ്യമെന്ന നിലയിൽ ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകിയിരുന്നു. അങ്ങനെ ഒരു നല്ല കാലത്തിലൂടെയായിരുന്നു ഞങ്ങൾ കടന്നുപോയിരുന്നത്. എന്നാൽ 1970-കളോടുകൂടി എല്ലാ കാര്യങ്ങളും മാറാൻ തുടങ്ങി. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. രാജ്യത്ത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി കൂടി. കാരണം ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒരാളെ മാത്രമേ കല്യാണം കഴിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഒരേ സമയം 4 ഭാര്യമാർ വരെ ആകാമായിരുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, എന്നാൽ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ 70-കളായപ്പോഴേക്കും ലെബനോനിൽ മുസ്ലിമുകൾ ഭൂരിപക്ഷമായി. അവർ ഭൂരിപക്ഷമായപ്പോൾ മുതൽ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലാനും കൂട്ടക്കൊല നടത്താനും തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 1974 ആയപ്പോഴേക്കും ഞങ്ങൾ യാത്രകൾ പോകുന്നതുവരെ നിർത്തിയിരുന്നു. ഞങ്ങൾ സാധാരണയായി ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ കാണുന്നതിനായി ബെയ്റൂട്ടിലേക്ക് പോകുമായിരുന്നു. അത് നിർത്തിയപ്പോൾ ഞാൻ എന്റെ അപ്പനോട് ചോദിച്ചു, നമ്മൾ എന്താണ് ഈ വർഷം ക്രിസ്തുമസിന് ബെയ്റൂട്ടിലേക്ക് പോകാത്തത് എന്ന്. അപ്പോൾ എന്റെ ഡാഡി പറഞ്ഞു, നമ്മൾ ഈ വർഷം നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് എന്ന്. എനിക്ക് അന്നേരം എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് മനസ്സിലായി. മുസ്ലിങ്ങൾ രാത്രികളിൽ വഴികളിൽ ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുകയും അതുവഴി പോകുന്ന ക്രിസ്ത്യാനികളുടെ കാറുകൾ പരിശോധിക്കുകയും ആളുകളെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയതിനു ശേഷം അവരുടെ ID കാർഡുകൾ പരിശോധിക്കുകയും അങ്ങനെ ഈ യാത്ര ചെയ്യുന്നവർ ക്രിസ്ത്യൻ കുടുംബമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കാരണം ലെബനോനിൽ ഞങ്ങളുടെ നാഷണൽ IDയിലും ഡ്രൈവിംഗ് ലൈസൻസിലും പാസ്പോർട്ടിലും ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് എഴുതിയിരുന്നു. അങ്ങനെ അവർ ക്രിസ്ത്യൻ കുടുംബങ്ങളെ മനസ്സിലാക്കുകയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവരെ കൊല്ലുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും സമൂഹത്തിലും ഞങ്ങൾ ഒരു തടവുകാരെ പോലെ ആയി മാറി. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ എങ്ങോട്ടും പോകാതിരുന്നത്. 1975, that's when the war broke out. 1975 അന്നായിരുന്നു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്, ആഭ്യന്തര യുദ്ധം. യുദ്ധം തുടങ്ങാൻ കാരണം മുസ്ലിങ്ങൾ ഒരു ഞായറാഴ്ച ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കയറി ചെല്ലുകയും അവിടെ കുർബാനയ്ക്ക് എത്തിയവർക്കെതിരെ വ്യാപകമായ വെടിവെപ്പ് നടത്തുകയും ചെയ്തതായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ അത് ഒരു യുദ്ധമായി മാറുകയായിരുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. കാരണം മുസ്ലിങ്ങൾ വളരെ സംഘടിതരായിരുന്നു. അവർക്ക് സൗദി അറേബ്യയിൽ നിന്നും അതുപോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം ലഭിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഉദ്ദേശ്യം ലെബനോന്റെ ജനാധിപത്യവും വിശാല മനസ്കതയും സഹിഷ്ണുതയും ചൂഷണം ചെയ്ത് ഇസ്രായേലിനെ ആക്രമിക്കാനും അവരെ കടൽ കടത്തി വിടാനും ലെബനോനെ ഒരു ബേസായി ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെയാണ് എന്റെ ലോകം കീഴ്മേൽ മറിയുന്നത്, മാറി മറിഞ്ഞത്. ലെബനോൻ വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഒരു രാജ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിരുന്നു. 1940-ൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഞങ്ങൾ 70% ക്രിസ്ത്യാനികളായിരുന്നു.
പക്ഷേ പല ഭാര്യമാരും നിരവധി മക്കളുമൊക്കെയായി കേവലം 30 വർഷങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ ഭൂരിപക്ഷമായി മാറി. ഞങ്ങൾക്ക് ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഞങ്ങൾ ഒരു ജൂത ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ഉള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നല്ല രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാകുന്നതിനായി ആ രീതിയിലാണ് ഞങ്ങളുടെ ഗവൺമെന്റിനെ വിഭജിച്ചത്. രാജ്യത്തിന്റെ പ്രസിഡന്റ് ക്രിസ്ത്യാനിയായിരുന്നു, പ്രധാനമന്ത്രി മുസ്ലിം ആയിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി വേറെയായിരുന്നു. അങ്ങനെ പല സ്ഥാനങ്ങളും പല മതങ്ങൾക്കായി വീതിച്ചിരുന്നു. ഒടുവിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിൽ എത്തി. അവർ ഭൂരിപക്ഷത്തിൽ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കുകയും സഹിഷ്ണുതയോടെ പെരുമാറുകയും ഭരണത്തിൽ ഉൾപ്പെടുത്തുകയും എല്ലാം ചെയ്തവരോട് അവർ ഒരു തരത്തിലുള്ള സഹിഷ്ണുതയും കാണിക്കാൻ തയ്യാറായില്ല. അവർ ഏതാണ്ട് ഈ രാജ്യത്തിന്റെ ഒരു ഭാഗമേ അല്ലാത്ത ഒരു സ്വഭാവം കാണിക്കുകയും മറ്റേതോ ഒരു വലിയ മുസ്ലിം രാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. അങ്ങനെ അവർ അവരുടെ സഹോദരന്മാരെ പോലെ ഒരേ രാജ്യത്ത് ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികൾക്കും യൂതന്മാർക്കുമെതിരെ തിരിയുകയും ചെയ്തു. അവര് ഞങ്ങൾ ക്രിസ്ത്യാനികളെ വളരെ വ്യാപകമായി കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം, അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതും ഞങ്ങൾ തീരുമാനിക്കും എന്നതായിരുന്നു. ശരിക്കും അതായിരുന്നു രാജ്യത്തെ ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ലെബനോനിലെ ക്രിസ്ത്യൻസും ലെബനോനിലെ മുസ്ലിംസും മാത്രമായിരുന്നപ്പോൾ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ സാഹചര്യങ്ങളെ എല്ലാം മോശമാക്കിയത് ജോർദാനിൽ നിന്നുള്ള പലസ്തീനികളുടെ കടന്നുവരവായിരുന്നു. അവർ ലെബനോനിലേക്ക് വന്നു. കാരണം അന്ന് അവരെ സ്വീകരിച്ച ഒരേ ഒരു രാജ്യം ലെബനോൻ മാത്രമായിരുന്നു. മൂന്നാം പ്രാവശ്യമുണ്ടായ പലസ്തീൻ അഭയാർത്ഥി പ്രവാഹത്തെ സ്വീകരിച്ചത് ഞങ്ങൾ മാത്രമായിരുന്നു. മുസ്ലിം രാജ്യങ്ങൾ അവരെ തങ്ങളുടെ രാജ്യത്തേക്ക് അടുപ്പിക്കാനേ തയ്യാറായില്ല. അതാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയത്. തന്റെ രാജ്യത്തിന്റെ കഥ പറഞ്ഞു നിർത്തുമ്പോൾ ബ്രിജിത്ത് ഓർമ്മിപ്പിക്കുന്നത് തങ്ങളുടെ നിഷ്കളങ്കതയും ആതിഥ്യ സ്വഭാവവും എങ്ങനെ തങ്ങൾക്ക് തന്നെ വിനയായി എന്നതിനെ കുറിച്ചാണ്. വിവേകവും ജാഗ്രതയും പുലർത്തിയില്ലെങ്കിൽ എവിടെയും സംഭവിക്കാവുന്ന വലിയ ദുരന്തത്തെക്കുറിച്ചും.